ഡു യു എവർ ഫീൽ സ്റ്റക്ക്? അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് പ്രോപ്പർ രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓവർവെൽംഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങൾ 30സിലായാലും 40സിലാണെങ്കിലും 50സിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിലൂടെ പറയുന്ന ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. അതായത് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് എന്തായാലും ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നിലേക്ക് കൊണ്ടുപോകാമെന്നാണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ട ഒരു തീരുമാനം. അതായത് ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ ഒരുപാട് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതായത് ഒരു പെർഫെക്റ്റ് ഒരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് പ്ലാനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന അവസാനം ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് പെർഫെക്ഷൻ അല്ല വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് മൊമെന്റ് ആണ്. ഒരു മൊമെന്റം കണ്ടെത്തിയിട്ട് ആ ഒരു മൊമെന്റത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ദ നോയ്സ് ആൻഡ് റിഫ്ലക്ട്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറച്ച് ദിവസം മാറി നിന്നിട്ട്, അതായത് സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളുടെ പ്രസൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ അതിലേക്ക് നോക്കുന്ന അല്ലെങ്കിൽ അതിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമൊക്കെ കുറച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തിയിട്ട് ഒന്ന് മാറി ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കംപ്ലീറ്റ് ഒരു നിങ്ങൾക്ക് ഏറ്റവും അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു 3 കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ഒരു നോട്ട് എഴുതുക. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ ഏറ്റവും ആഗ്രഹമുള്ള ഒരു 3 കാര്യം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളൊരു നോട്ട് എഴുതി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം ആയാലും അതല്ല മറ്റുള്ള സോഷ്യൽ മീഡിയാസിൻ്റെ ഒരു പ്രസൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫൊക്കെ കണ്ടിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഇരുന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ നിന്നൊന്ന് മാറി നിന്നതിന് ശേഷം കുറച്ച് ദിവസം അതിൽ നിന്നൊന്ന് ഓഫ് എടുത്തതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു നോട്ടിൽ എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റീറൈറ്റ് യുവർ ഐഡന്റിറ്റി. അതായത് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ആയിരിക്കാം. അതേപോലെ തന്നെ ഐ വാണ്ട് ടു ബി എ സക്സസ്ഫുൾ എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഐ വാണ്ട് ടു ബി എ ഡിസിപ്ലിൻ പേഴ്സൺ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം. കുറച്ചും കൂടി ഡിസിപ്ലിൻ ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിസിപ്ലിൻ ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാസ്റ്റർ ദ ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. അതായത് നിങ്ങളുടെ പാസ്റ്റിൽ ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ പ്രസന്റിൽ ജീവിക്കുക. പ്രസന്റിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ന് എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആരും ഇവിടെ 100% പെർഫെക്റ്റ് അല്ല. അത് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരുപാട് പ്രോബ്ലംസിൽ നിങ്ങൾ ചെന്ന് ചാടിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളെപ്പോഴും അലട്ടുന്നുണ്ടാവും. അപ്പോൾ ആദ്യം ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ പ്രസന്റിൽ നിങ്ങൾ ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഒക്കെ നിങ്ങൾക്ക് തന്നെ ഫോർഗീവ്നെസ് കൊടുത്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് മാറി എന്നിട്ട് നിങ്ങളൊരു പുതിയ ലൈഫ് പുതിയൊരു മൈൻഡ് സെറ്റുമായിട്ട് നിങ്ങൾ പ്രസന്റിലേക്ക് വന്നതിന് ശേഷം ഒരു പുതിയ മൈൻഡ് സെറ്റുമായിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിൽഡ് ആൻഡ് ന്യൂ റൂട്ടീൻ. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പുതിയ റൂട്ടീൻ കൊണ്ടുവരിക. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ നേരത്തെ എണീക്കുക. അതേപോലെ നിങ്ങൾക്ക് മെഡിറ്റേഷനോ അല്ലെങ്കിൽ നല്ല ബുക്കുകൾ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ കൂടിയിട്ട് നിങ്ങളുടെ ഒരു ടോട്ടൽ ഐഡന്റിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിലൊക്കെ ഡെഫിനറ്റ്ലി അത് നിങ്ങളെ
വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഒരു ഓവറോൾ ലൈഫിനെ വളരെ നല്ല രീതിയിൽ അതിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കുക, എക്സസൈസ് ചെയ്യുക, നിങ്ങളുടെ ഒരു റീഡിങ് ഹാബിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരിക. അതേപോലെ തന്നെ പുതിയ പുതിയ ഹാബിറ്റുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഹൈ ആണ്. അത് തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കോമ്പൗണ്ടിങ് പ്രോഫിറ്റ്, അതൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് കിട്ടും. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേക്ക് സ്മോൾ സ്റ്റെപ്പ് ബട്ട് മാസീവ് ആക്ഷൻ. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റെപ്പ് എടുക്കുക, പക്ഷേ നിങ്ങളുടെ ആക്ഷൻസ് അത് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. അത് ഒരാഴ്ചത്തെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഗോള് നിങ്ങൾ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കുക, മാസീവ് ആക്ഷൻ എടുത്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം നിങ്ങളടുത്ത് ചിലപ്പോൾ ഒരുപാട് ഗോൾസ് ഉണ്ടാവും, ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഐഡിയാസ് ഒക്കെ നിങ്ങൾ അടുത്ത വർഷം ആവട്ടെ, അല്ലെങ്കിൽ എൻ്റെ ജോലിയൊക്കെ ഞാൻ കഴിഞ്ഞ്, അല്ലെങ്കിൽ അത്യാവശ്യത്തിനുള്ള എമൗണ്ട് ഒക്കെ ഞാൻ സ്വരൂപിച്ചതിന് ശേഷം ഞാൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം നിങ്ങളുടെ ഒരു ആക്ഷൻ, അത് അടുത്തൊരാഴ്ചത്തേക്ക് നിങ്ങൾ ഇഷ്ടമുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഗോളിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ അടുത്തൊരാഴ്ചക്കുള്ളിൽ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ലിസൺ, നിങ്ങൾക്ക് ഒരാളുടെയും ആവശ്യമില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എത്രയും പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇത്രയും ഭാഗം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രോപ്പർ ആക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിഫ്ലക്ഷൻ, നല്ലൊരു പോസിറ്റീവ് റിഫ്ലക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ത്രൂ മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.